അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദീപ്തി അമ്പലത്തിൽ പോയിട്ട് അർച്ചനയെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അതേസമയം ദീപ്തിക്ക് ഒരു ഫോണ് വരികയാണ്. അർച്ചനയാകെ മനസ്സാകെ ഒരു വിഷമത്തിലാണ്. അതുകൊണ്ട് എന്തായാലും ശരി അമ്പലത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് അർച്ചനയും പോവുകയാണ്. അവിടെ വെച്ച് രണ്ടുപേരും ദീപ്തി അർച്ചനയും കൂടി കാണുമ്പോൾ ദീപ്തി ചോദിക്കേണ്ട അർച്ചനയോട്, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിനക്ക് അറിയോ എന്ന് ചോദിക്കും. പിന്നെ എനിക്കറിയാതിരിക്കുമോ, ഞാനൊരിക്കലും അത് മറക്കില്ല. കാരണം കരിമലക്കൊടി കേസിൻ്റെ പ്രധാന ദിവസമല്ലേ ഇന്ന്, അതെന്തായാലും ഞാൻ മറക്കില്ല എന്ന് പറയുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ചതിന് ശേഷം അർച്ചന ഒരു തേങ്ങ പൊട്ടിക്കാൻ വേണ്ടി തേങ്ങ എറിയാൻ വേണ്ടി നിൽക്കുകയായിരിക്കും. അതേസമയം പ്രതീക്ഷിക്കാതെ തന്നെ ഒരു തേങ്ങ അവിടെ പൊട്ടിച്ചെതറാണ് കേട്ടോ. അതാരാണ് എന്ന് നോക്കുമ്പോൾ JK ആയിരിക്കും കേട്ടോ. JKയും അർച്ചനയും നേർക്ക് നേർ കാണുകയാണ് കേട്ടോ. അതിനുശേഷം JKയോട് അർച്ചന പറയുകയാണ്, ഈ തേങ്ങ എറിഞ്ഞത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, എനിക്ക് ആ വീട് തരണം, ആ വാടക വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാളികേരം മുടച്ചത് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ അർച്ചന ചിരിയോടെ പറയുന്നുണ്ട്, എൻ്റെ മനസ്സേ ഭഗവാൻ അറിയാം, അതുകൊണ്ട് ഈ നാളികേരം മുടച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേ സമയം JK അമ്പലത്തിൽ ദൈവത്തിനോട് കൈകൂപ്പി പ്രാർത്ഥിക്കണം കേട്ടോ, ഒരു ചിരിയോടെ ചിരിച്ചിട്ട്. കാരണം JKക്ക് ഇഷ്ടപ്പെട്ട ആ വീട് വാടക വീട് എങ്ങനെയും അർച്ചനയുടെ കയ്യിൽ നിന്നും വാങ്ങണം. അതിനാണ് JK ഇങ്ങനെ അർച്ചനയുടെ പിന്നിൽ നടക്കുന്നത്. അതേസമയം അർച്ചന വിചാരിക്കുന്നുണ്ട്, മദ്യപാനിയായ ഇയാൾക്ക് ഒരു കാരണവശാലും ഞാൻ ആ വീട് കൊടുക്കില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവർ രണ്ടുപേരും അമ്പലത്തിൽ നിന്നും വരികയാണ്. JK വീണ്ടും പറയുന്നുണ്ട്, എന്ത് കാരണം കൊണ്ടാണ് ആ വാടക വീട് എനിക്ക് തരില്ല എന്ന് മേഡം പറയണത് എന്ന് പറയണം എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒരു മദ്യപാനിയായ ആൾക്ക് ഒരിക്കലും ഞാൻ ആ വാടക വീട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് തന്നെയാണ് കാരണം എന്നിങ്ങനെ JKയോട് അർച്ചന പറയണം കേട്ടോ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.